എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി എക്സ്പ്രസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ വിഷയം എന്താണ്? കമ്പ്യൂട്ടിംഗ് അല്ലേ, എന്താണ്? ഇൻഫോർമേഷൻ ടെക്നോളജിയാണ് അല്ലേ. അപ്പോൾ എല്ലാ PSC പരീക്ഷകളിലും ഇൻഫർമേഷൻ ടെക്നോളജി ഭാഗമായിട്ട് വരുന്ന എല്ലാ PSC പരീക്ഷകളിലും നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഭാഗം തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ചരിത്രവും അതേപോലെ തലമുറകളും അതുപോലെ എവല്യൂഷനും എല്ലാം. നമ്മുടെ ഞാൻ പിന്നെ ഒരിക്കൽ കൂടെ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ റാങ്ക് ഫയൽ എല്ലാം എടുത്ത് കളഞ്ഞേക്കുക കേട്ടോ. റാങ്ക് ഫയൽ നോക്കി എല്ലാം പഠിക്കേണ്ടത് നമ്മൾ. ഓക്കെ, നമ്മളിവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താണ് മക്കളെ? പാഠപുസ്തകങ്ങളാണല്ലേ. NCERTയുടെ പാഠപുസ്തകമാണ് നമുക്ക് IT എപ്പോഴും ഉത്തരത്തിന് ആധാരമായിട്ട് വരുന്നത്. അപ്പോൾ NCERT പാഠപുസ്തകത്തിലെ +1 കമ്പ്യൂട്ടർ സയൻസിൽ ആദ്യത്തെ ചാപ്റ്ററാണ്. ആദ്യ ചാപ്റ്ററിൽ ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ കിടപ്പുണ്ട്. അതായത് നമുക്ക് പ്രധാനമായിട്ടും പറഞ്ഞാൽ അലൻ ട്യൂറിങ്ങിൻ്റെ സംഭാവനകൾ, ട്യൂറിംഗ് മെഷീൻ, അതുപോലെ വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഭാഗം, അതുപോലെ എന്താണ് അൽഗോരിതം, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക്സ് ഐഡിയാസ് ആണ് എടുത്ത് വരുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 2-3 പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമേ കിട്ടത്തുള്ളൂ. എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും പവറല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോകാം. എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് അല്ലേ, കമ്പ്യൂട്ടറിൻ്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിണാമം അല്ലേ. പരിണാമം, വളർച്ച നമ്മൾ കണ്ടു. എന്താണ്? 4 തലമുറയായിട്ടുള്ള വളർച്ച കണ്ടു. അതിനകത്ത് നടന്നിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിണാമ ദശകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം മക്കളെ, എന്തൊക്കെയാണ് ആദ്യം വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എവല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. കമ്പ്യൂട്ടിംഗ് മെഷീൻസ് ആർ യൂസ്ഡ് ഫോർ പ്രോസസിംഗ്, സ്റ്റോറിംഗ് ആൻഡ് ഡിസ്പ്ലേയിങ് ഇൻഫോർമേഷൻ അല്ലേ. എന്താണ്? ഇൻഫർമേഷനെ നമുക്ക് കൊടുക്കുന്ന ഡാറ്റയെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യാനും അതുപോലെ സ്റ്റോർ ചെയ്യാനും ഇൻഫർമേഷൻസ് ആക്കി ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസ് ആണെന്ന് നമുക്കറിയാം അല്ലേ. Early computers were able to perform series of single tasks only അല്ലേ. ആദ്യകാലത്തുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപര്യാപ്തത എന്ന് പറയുന്നത് അവർക്ക് ഒരു സമയത്ത് ഒരെണ്ണം മാത്രമേ, ഒരു വർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെപ്പോലെ അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള കമ്പ്യൂട്ടറിന്റെ പ്രത്യേകതകൾ പഠിച്ചില്ലേ? ഡിലിജൻസ് മാത്രമല്ല, എന്താണ്? വെർസാറ്റിലിറ്റി പഠിച്ചിട്ടുണ്ട് നമ്മൾ. വെർസാറ്റിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള ശേഷി നമുക്കില്ലാത്തത് അല്ലേ. പാട്ട് പാടുമ്പോൾ ചിത്രം വരയ്ക്കാനുള്ള ശേഷി നമുക്കില്ലല്ലോ, ചിലർക്കുണ്ട്, എക്സെപ്ഷനാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താണ്? അത് കമ്പ്യൂട്ടറിനുണ്ട്. അപ്പോൾ തുടക്കകാലത്തുണ്ടായിരുന്ന കമ്പ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടായിരുന്നില്ല? ഇത്തരത്തിലുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അല്ലേ. അതിനുശേഷം വന്ന കമ്പ്യൂട്ടർ സോൾവ് ചെയ്ത് ഈ പ്രോബ്ലം എങ്ങനെയാണ്? വോൺ ന്യൂമാന്റെ സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുകയുണ്ടായി. ദ സെറ്റ് ഓഫ് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു എ കമ്പ്യൂട്ടർ ടു എക്സിക്യൂട്ട് എ സ്പെസിഫിക് ടാസ്ക് ഈസ് കാൾഡ് പ്രോഗ്രാം. പ്രോഗ്രാമിനെ കുറിച്ച് ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട് NCERT. എന്താണ്? എ സെറ്റ് ഓഫ് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ, ഗിവൻ ടു എ കമ്പ്യൂട്ടർ. എന്തിനാണ്? ടു എക്സിക്യൂട്ട് എ സ്പെസിഫിക് ടാസ്ക്. നമുക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാൻ, ഈ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ത് വിളിക്കാൻ പറ്റുക മക്കളെ? പ്രോഗ്രാം എന്ന് വിളിക്കാൻ പറ്റുക. എന്താണ് പ്രോഗ്രാം എന്ന് ചോദിച്ചിട്ടുണ്ട് കേരള PSC കേട്ടോ. ഇതേ സെന്റൻസിനെ എടുത്ത് ചോദിച്ചു. എന്താണ്? എ സെറ്റ് ഓഫ് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് given to computer to execute a specific task is called a program. ഇത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. അയ്യോ, ഇത് നമുക്ക് അറിയാമല്ലോ, ഇതല്ലേ പ്രോഗ്രാം, ഇതല്ലാതെ വേറെ എന്താണ് പ്രോഗ്രാം അല്ലേ, ഇത്രയേ ഉള്ളൂ. എന്നാൽ ഈ കാര്യം നമ്മളിപ്പോൾ പഠിച്ച് മനസ്സിലാക്കി ഇപ്പം തന്നെ മനസ്സിൽ ഉറപ്പിച്ച് പോകണം. ഓക്കെ, കാര്യം എന്താ? നമ്മുടെ ഓപ്ഷൻസ് കാണുമ്പോഴത്തേക്കും തല കറങ്ങരുത്. ഒരു കൺഫ്യൂഷൻ അപ്പോഴുണ്ടാകരുത് കേട്ടോ. എന്താണ്? എ സെറ്റ് ഓഫ് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു കമ്പ്യൂട്ടർ ടു എക്സിക്യൂട്ട് എ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്ക് നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ദാറ്റ് മസ്റ്റ് ബി ഡീറ്റെയിൽഡ്. അതിനെ നമ്മൾ വിളിക്കുക പ്രോഗ്രാം എന്ന് വിളിക്കുക. ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പോകാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അറിയാവുന്നുള്ള പറയാം മക്കളെ. എന്താണ്? കമ്പ്യൂട്ടറിന് നമ്മുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിയില്ല അല്ലേ. നമ്മുടെ ഭാഷ മനസ്സിലാക്കാനുള്ള ശേഷി ആർക്കില്ല? കമ്പ്യൂട്ടറിനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ആവശ്യമാണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ആവശ്യമാണ്. നോക്കാം. Programming language is an artificial language designed to communicate instruction with a computer അല്ലേ. ഒരു കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യാൻ, നമുക്ക് കമ്പ്യൂട്ടറിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അല്ലെ, കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളൊരു കൃത്രിമ ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഡെഫിനിഷൻ എന്താ മക്കളെ? എന്താണ്? Programming language is an artificial language designed to communicate instructions to a computer. ഒരു കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കൃത്രിമ ലാംഗ്വേജ് മാത്രമാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാ മക്കളെ? ബൈനറി അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ബൈനറി അല്ലെങ്കിൽ എന്താണ്? മെഷീൻ ലാംഗ്വേജ്. എന്താണ്? ബൈനറി അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ്. എന്താ ബൈനറി? നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? 0
പൂജ്യവും ഒന്നും സ്ട്രിങ്സ് ആയിട്ട് വരുന്ന അല്ലേ, അതിങ്ങനെ 0 0 1 0 1 ഇങ്ങനെ വരുന്ന ലാംഗ്വേജ് ആണ് എന്ത്, ബൈനറി ലാംഗ്വേജ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ എന്താ മക്കളെ ഉത്തരം പറ ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ എന്താണ് മെഷീൻ ലാംഗ്വേജ്. ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ് മെഷീൻ ലാംഗ്വേജ് ഓർ ബൈനറി ലാംഗ്വേജ്. ഇത് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. നമ്മളത് നേരത്തെ പഠിച്ചതാണല്ലേ, എവിടെയാ പഠിച്ചേ നമ്മൾ ലാംഗ്വേജ് ഒക്കെ പഠിച്ച എവിടെയാണോ, നമ്മുടെ കമ്പ്യൂട്ടർ ജനറേഷനിൽ പഠിച്ചിട്ടുണ്ടല്ലേ. രണ്ടാമത്തെ ജനറേഷൻ ബൈനറി ലാംഗ്വേജിന് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറെ ലാംഗ്വേജ് വന്ന കാര്യമൊക്കെ പഠിച്ചത് നമ്മൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ എന്താ മക്കളെ, ബൈനറി ലാംഗ്വേജ് ആണ്. മെഷീൻ ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ, സ്ട്രിങ്സ് ഓഫ് ബൈനറി ഡിജിറ്റ്സ് എന്തൊക്കെയാണ്, 0 1 അടങ്ങുന്ന ബൈനറി ഡിജിറ്റിന്റെ സ്ട്രിങ്സ് ആണ് എന്തിൽ വരുന്നത്, മെഷീൻ ലാംഗ്വേജിൽ വരുന്നത്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ. പെട്ടെന്ന് പോവാം, നമുക്ക് കുഴപ്പമില്ല. To make programming easier, a new language with instructions consisting of English-like words instead of binary was developed, and this is called assembly language. എന്താണ് അസംബ്ലി ലാംഗ്വേജ്? രണ്ടാമത്തെ ജനറേഷനിലാണ് എന്ത് വരുന്നത് മക്കളെ, അസംബ്ലി ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ബൈനറി എന്ന് പറയുമ്പോഴത്തേക്കും 0 1 0 1 0 1 വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇത് 0 1 0 1 എഴുതാൻ മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് കൊടുക്കേണ്ട നിർദ്ദേശം 0 1 രൂപത്തിൽ എഴുതാൻ കൂടെ നമ്മൾ പഠിക്കണം അല്ലേ. അപ്പോൾ ഇച്ചിരി ടാസ്ക് ആയിരുന്നു, പണിയായിരുന്നു ഈ 0 1 ബൈനറി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം കുറച്ചും കൂടെ നമുക്ക് ഈ പ്രോഗ്രാമിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻഡിൽ, മനസ്സിലായില്ലേ, മനുഷ്യന്റെ എൻഡിൽ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് വേർഡ്സ്, ഇംഗ്ലീഷിൽ പോലെയുള്ള നമുക്ക് ഇതുപോലുള്ള വേർഡുകൾ വെച്ചുകൊണ്ട് കോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. ഇത് രണ്ടാമത്തെ ജനറേഷനാണ്. എന്റെ പേരെന്താ മക്കളെ, അസംബ്ലി ലാംഗ്വേജ്. ചോദ്യം ഇവിടെ കിടപ്പുണ്ട്, എഡ്സാക്ക് വാസ് ദ ഫസ്റ്റ് മെഷീൻ ടു യൂസ് അസംബ്ലി ലാംഗ്വേജ്. കണ്ടോ, വർഷം കൂടെ എഴുതിയിട്ടുണ്ട്, 949 അല്ലേ. എഡ്സാക്ക് ഡെവലപ്പ് ചെയ്ത വർഷം എത്ര, 949. എഡ്വാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും, എഡ്വാക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രിട്ടന്റെ ബാലിസ്റ്റിക് ലബോറട്ടറിയിലാണ് എഡ്വാക്ക് സ്ഥാപിച്ചിരുന്നത്. ഓർമ്മയുണ്ടല്ലോ, എഡ്സാക്ക് എവിടെയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അല്ലേ. യെസ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് എഡ്സാക്ക് അല്ലേ, എസ് ഫോർ സ്റ്റഡി ഓർത്ത് വയ്ക്കണം, സ്ഥാപിച്ചിരുന്നത് അല്ലേ. അപ്പൊ എഡ്സാക്ക് ആയിരുന്നു എന്ത്, അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ. എന്താ, എഡ്സാക്ക്. പഠിച്ചു പോകണം കേട്ടോ, ഇപ്പൊ തന്നെ പഠിച്ചു പോകണേ നിങ്ങൾ. എഡ്സാക്ക് 949 1949 അല്ലേ. അപ്പോൾ എന്തിനാ അസംബ്ലി ലാംഗ്വേജ് കൊണ്ടുവന്നേ, ഈ 0 1 0 1 0 1 വെച്ച് എഴുതുമ്പോഴത്തേക്കും കുറെ പ്രശ്നങ്ങൾ അതിൻ്റെതായ ഉണ്ടായിരുന്നു അല്ലേ. അതായത് ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ അത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വേർഡ്സ് അല്ലേ, 0 1 ബൈനറിക്ക് പകരം ഇംഗ്ലീഷ് വേർഡ്സ് കൊണ്ട് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആദ്യത്തെ ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ്. ഇത് 949 ഏതിൽ, എഡ്സാക്കിലാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ അസംബ്ലി ലാംഗ്വേജ് വാസ് സ്പെസിഫിക് ആയിരുന്നു, അതായത് ആ ഒരു മെഷീനിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ആ മെഷീന് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. അല്ലെങ്കിൽ അതിൽ ആ മെഷീനിൽ നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം മറ്റൊരു മെഷീനിൽ ട്രാൻസ്ഫറബിൾ ആയിരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം എന്തിനുണ്ടായിരുന്നു, ഈ പറഞ്ഞ അസംബ്ലി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് സ്പെസിഫിക് ടു എ ഗിവൻ മെഷീൻ ആൻഡ് പ്രോഗ്രാംസ് വെയർ നോട്ട് ട്രാൻസ്ഫറബിൾ കേട്ടോ. അങ്ങനെ പ്രശ്നം എന്തിനുണ്ടായിരുന്നു, അസംബ്ലി ലാംഗ്വേജിനുണ്ടായിരുന്നു. അപ്പോൾ എന്തായി ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നമുക്കറിയാം. എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഇസ് എൻ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ഡിസൈൻ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു എ കമ്പ്യൂട്ടർ. നമുക്കറിയാം ആദ്യമായിട്ട് കൊണ്ടുവന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്, ബൈനറി ലാംഗ്വേജ് ആണല്ലേ, ബൈനറി ആണ്. അതിനകത്ത് 0 1 ആണ് ഉള്ളത് പ്രധാനമായിട്ടും. അപ്പോൾ അതിൻ്റെ ന്യൂനതകളെ മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്ന ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ഇത് എന്താണ്, ഇംഗ്ലീഷ് വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കമ്പ്യൂട്ടറിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട്. എഡ്സാക്ക് ആണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ച കമ്പ്യൂട്ടർ. അത് എവിടെയായിരുന്നു സ്ഥാപിച്ചത് നിങ്ങൾക്ക് അറിയാം, വർഷം മറന്നു പോകേണ്ട, 949 അല്ലേ, 949. ഓക്കെ, അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നവും നിങ്ങൾക്ക് അറിയാം. എന്താണ് അത്, മെഷീൻ സ്പെസിഫിക് ആയിരുന്നു. അതുപോലെ അത് വെച്ച് നമ്മൾ നിർമ്മിച്ച അല്ലെങ്കിൽ എഴുതിയ പ്രോഗ്രാംസ് വെയർ നോട്ട് ട്രാൻസ്ഫറബിൾ ടു അനദർ സിസ്റ്റം. അങ്ങനെ ഒരു പ്രശ്നം എന്തിനുണ്ടായിരുന്നു, അസംബ്ലി ലാംഗ്വേജിന് ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജ് നോക്കാം. അപ്പോൾ ഇതിന്റെ പ്രശ്നങ്ങൾ കണ്ടോ, ഇവിടെ കണ്ടോ, കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന തരത്തിൽ നമ്മൾ ഇംഗ്ലീഷ് വെച്ച് സ്മൂത്തിങ്, ഫ്ലക്സ്, അങ്ങനെ കുറേ വേർഡൊക്കെ കണ്ടില്ല നിങ്ങൾ. ഡെസ്ക് 70% കുത്തും കോമയൊക്കെ ഇട്ട് നമ്മൾ കോഡ് ചെയ്ത് വെച്ചേക്കാണ് അല്ലേ. ഹൈ ലെവൽ ലാംഗ്വേജസ്
അപ്പോൾ ദ ഡ്രാബാക്സ് ഓഫ് അസംബ്ലി ലാംഗ്വേജ് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതായത് ശ്രദ്ധിക്കുക, ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ മെഷീൻ ഇൻഡിപെൻഡന്റ്. അസംബ്ലി ലാംഗ്വേജ് എന്തായിരുന്നു? മെഷീൻ ഡിപ്പെൻഡന്റ് ആയിരുന്നു. ആ മെഷീന് വേണ്ടിയിട്ട് എഴുതുന്നത് ആ മെഷീനിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എൻ്റെ കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്താൽ മറ്റൊരു കമ്പ്യൂട്ടറിലും കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യാൻ പാകത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു കേട്ടോ. എന്താണ്? ഡ്രാബാക്സ് ഓഫ് അസംബ്ലി ലാംഗ്വേജ് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കുക, ദേ വെയർ മെഷീൻ ഇൻഡിപെൻഡന്റ്. ഓക്കെ, അതുപോലെ ശ്രദ്ധിക്കുക, 2-3 എക്സാമ്പിൾ ആണ് NCERT പറയുന്നത്. A to 0 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ ആരാണ്? റിയർ അഡ്മിറൽ ഡോക്ടർ ഗ്രേസ് ഹോപ്പർ ഇൻ 1952. ഡോക്ടർ ഗ്രേസ് ഹോപ്പർ, വർഷം ശ്രദ്ധിക്കുക, 1952 ഫോർ യൂണിവാക്ക് 1 അല്ലേ. അതായത് 1952 ഈ ഡോക്ടർ ഗ്രേസ് ഹോപ്പർ നമ്മുടെ A to 0 എന്ന് പറയുന്ന ആദ്യത്തെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് ഏതിന് വേണ്ടിയിട്ടാണ്? യൂണിവാക്ക് 1 വേണ്ടി. എല്ലാം ക്വസ്റ്റ്യൻ ആട്ടോ. യൂണിവാക്ക് 1 വേണ്ടിയിട്ടാണ് ഈ സാധനം ചെയ്തത്. ആദ്യത്തെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് A to 0 ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ഡോക്ടർ ഗ്രേസ് ഹോപ്പർ ആണ്. വർഷം മറക്കണ്ട, 1952 ആണ്. മറക്കല്ലേ കേട്ടാ, മറക്കല്ലേ. ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കുക. എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആദ്യത്തെ ലാംഗ്വേജിന് അല്ലേ, നമ്മുടെ അസംബ്ലി ലാംഗ്വേജിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് എന്ത് വന്നത്? ഹൈ ലെവൽ ലാംഗ്വേജ് വന്നത് അല്ലേ. അപ്പോൾ അത് ആദ്യമായിട്ട് നമുക്ക് കൊണ്ടുവന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ഏതാ? A to 0 അല്ലേ. കണ്ടോ, A മുതൽ 0 വരെ, അതാണ് പരിപാടി. A മുതൽ 0 വരെ, A മുതൽ 0 വരെ, A to Z 0, എല്ലാ സംഖ്യകളും വരും എന്നുള്ളൊരു അർത്ഥത്തിൽ നമുക്കത് എടുക്കാം. അതാണ് ആദ്യത്തെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. റിയർ അഡ്മിറൽ ഡോക്ടർ ഗ്രേസ് ഹോപ്പർ ആണ് അത് ഡെവലപ്പ് ചെയ്തത് 1952. യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്താടാ? യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ അല്ലേ. യൂണിവാക്കിന്റെ ഫുൾ ഫോം പറഞ്ഞില്ലല്ലോ. ഓക്കെ, അപ്പോ അതാണ് ആദ്യത്തെ ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ്. മറക്കല്ലേ കേട്ടാ. പറഞ്ഞ് പഠിച്ചു പോണേ, കൂടെ പറഞ്ഞ് പഠിച്ചു പോണം കേട്ടാ. ഇനി നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിന് വേറെ എക്സാമ്പിളുകൾ നേരത്തെ പഠിച്ചു. എന്താ? ഫോർട്രാൻ. എന്താ ഫോർട്രാന്റെ ഫുൾ ഫോം? ഫോർമുല ട്രാൻസ്ലേഷൻ അല്ലേ. ഫോർമുല ട്രാൻസ്ലേഷൻ. ഓക്കെ, ഫോർമുല ട്രാൻസ്ലേഷൻ ആരാണ്? ജോൺ ബേക്കസ് ആൻഡ് ടീം. IBMലെ ജോൺ ബേക്കസ് ആൻഡ് ടീമാണ് ഫോർട്രാൻ ഡെവലപ്പ് ചെയ്തത് കേട്ടോ. ആരാണ്? ജോൺ ബേക്കസ് ആയിരുന്നു ആ ടീമിനെ നയിച്ചിരുന്നത് കേട്ടോ. അത് ഏത് മെഷീന് വേണ്ടിയാണ് ചെയ്തത്? IBM 704 വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഫോർട്രാൻ ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് ഫോർട്രാൻ ഉപയോഗിച്ച് പ്രവർത്തിച്ച സിസ്റ്റം ഏതാടാ? IBM 704 കേട്ടോ. ഇതും ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം എന്താ അവിടെ കിടപ്പുണ്ട്? ചോദ്യങ്ങൾ ഇങ്ങനെ കിടക്കുക, പഠിച്ചു വെച്ചോണം കേട്ടോ. ഒന്ന് കൂടെ പറഞ്ഞ് പഠിച്ചേ. ഓൺലൈൻ ക്ലാസ് ആണെന്ന് കൂടെ പറയില്ലെന്നുണ്ടോ? മനസ്സിൽ പറയണ്ട, ഉറച്ചു പറ നിങ്ങൾ. എന്താണ്? ഫോർട്രാൻ ഡെവലപ്ഡ് ബൈ ജോൺ ബേക്കസ് ആൻഡ് ടീം. അത് ഏതിനു വേണ്ടിയിട്ടാണ്? IBM 704 വേണ്ടിയിട്ടാണ് എന്താ ഫോർട്രാൻ ഉപയോഗിച്ചത് അല്ലേ. ഫോർട്രാൻ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അടുത്തതായിട്ട് ഡെവലപ്പ് ചെയ്ത ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മുടെ NCERT പറയുന്നു. ഏത്? ലിസ്പ്. ലിസ്പിന്റെ ഫുൾ ഫോം എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം മക്കളെ. എന്താണ്? ലിസ്റ്റ് പ്രോഗ്രാമിംഗ് എന്നാണ് കേട്ടോ. എന്താണ്? ലിസ്റ്റ് പ്രോഗ്രാമിംഗ്. എഴുതി വെച്ചോ കേട്ടോ. ലിസ്പിന്റെ ഫുൾ ഫോം ലിസ്റ്റ് പ്രോഗ്രാമിംഗ് എന്നാണ്. ലിസ്റ്റ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇതാരാണ്? ടിം ഹാർട്ട് ആൻഡ് മൈക്ക് ലെവിൻ ആണ്. MIT മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, MITയിലാണ് ഇത് എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്തത് കേട്ടോ. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അപ്പോൾ ലിസ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ്? ടിം ഹാർട്ട് ആൻഡ് മൈക്ക് ലെവിൻ ആണ് കേട്ടോ. ഇത്രയും അവർ രണ്ടും ചേർന്നാണ് എന്ത് ലിസ്പ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രധാനമായിട്ടും ഹൈ ലെവൽ ലാംഗ്വേജിൽ പോകുന്നത് എന്തിനാണ്? നമ്മുടെ അസംബ്ലി ലാംഗ്വേജിൻ്റെ ഡ്രോബാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലേ. മെഷീൻ ഇൻഡിപെൻഡൻറ്റ്. എന്ത്? ഹൈ ലെവൽ ലാംഗ്വേജ്. അതുപോലെ A to 0 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഡെവലപ്ഡ് ബൈ ആരാണ്? ഡോക്ടർ ഗ്രേസ് ഹോപ്പർ 1952 യൂണിവാക്ക് 1 വേണ്ടിയിട്ടല്ലേ. അത് കഴിഞ്ഞ് ഫോർട്രാൻ ഫോർമുല ട്രാൻസ്ലേഷൻ അല്ലേ. അപ്പോൾ അതെന്താണ്? ജോൺ ബേക്കസ് ആണ്. അത് IBM 704 വേണ്ടി ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ലിസ്പ് ഡെവലപ്ഡ് ബൈ ആരൊക്കെ? ടിം ഹാർട്ട് ആൻഡ് മൈക്ക് ലെവിൻ. അത് മസാച്യുസെറ്റ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ ഫുൾ ഫോം നോക്കാം. ലിസ്റ്റ് പ്രോഗ്രാമിംഗ് എന്നാണ് ലിസ്പിൻ്റെ ഫുൾ ഫോം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജുകൾ എന്താണെന്ന് മനസ്സിലാക്കി. അതിൻ്റെ പ്രധാനമായിട്ടും നമ്മുടെ NCERT പറയുന്ന ഉദാഹരണങ്ങൾ മനസ്സിലാക്കി. ഇതിനകത്ത് നിന്നേ ചോദ്യം വരുള്ളൂ. ഈ ഇവിടെ നിന്ന് ചോദിക്കണമെങ്കിൽ ഇവിടെ നിന്നായിരിക്കും ചോദ്യം വരിക കേട്ടോ. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഓക്കെ, ഇനി നമുക്ക് അൽഗോരിതം എന്താണെന്ന് നോക്കാം. അൽഗോരിതം നമുക്ക് പഠിക്കാനുണ്ട്. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോകണം. എന്നാലും അതിൻ്റെ ബേസ് എന്താണെന്ന് മനസ്സിലാക്കി പോകാം. അൽഗോരിതം നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പറഞ്ഞും കേട്ട് ഒക്കെ ശീലമുണ്ട് നമുക്ക്. എന്താണെന്ന് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്താണെന്ന് നമുക്കറിയാം. എ ലിസ്റ്റ് ഓഫ് എന്താണ് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലേ. അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം
ഈ കമ്പ്യൂട്ടർ ചെയ്യുന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റണം. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നത്തിന് വേണ്ടി കമ്പ്യൂട്ടറിന് പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താ? നമ്മളല്ലേ കമ്പ്യൂട്ടറിന് പറയുന്നത് സിമ്പിൾ. നമ്മൾ വിചാരിക്കും കമ്പ്യൂട്ടറിന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരു പെൻസിലും പേപ്പറും കൊണ്ട് ഒരു കുട്ടിയല്ല ഒരാളിരുന്നാൽ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ അൽഗോരിതം? ആൻ അൽഗോരിതം ഈസ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് കമ്പ്യൂട്ടർ ഇംപ്ലിമെന്റബിൾ ഇൻസ്ട്രക്ഷൻസ് ടിപ്പിക്കലി യൂസ്ഡ് ടു സോൾവ് എ ക്ലാസ് ഓഫ് പ്രോബ്ലംസ് ഓർ ടു പെർഫോം എ കമ്പ്യൂട്ടേഷൻ. ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, എന്താണ് ഇത്രയും നോക്കി വയ്ക്കുക. എന്താണ് അൽഗോരിതം? എന്താണ് അൽഗോരിതം? ഇസ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് കമ്പ്യൂട്ടർ ഇംപ്ലിമെന്റബിൾ ഇൻസ്ട്രക്ഷൻസ്. അൽഗോരിതം എ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് മനസ്സിലാക്കുക. ആദ്യം എന്താണ്? കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ആ ഇൻസ്ട്രക്ഷൻ എന്താണ്? ഫൈനൈറ്റ് ആയിരിക്കണം, ഇൻഫിനിറ്റ് ആയി പോകാൻ പാടില്ല. അനന്തമായിട്ട് നീണ്ടുപോകുന്ന നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ പെടത്തില്ല. ഈ ഫൈനൈറ്റ് ആയിരിക്കണം. അതോ എന്താണ്? അത് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ എന്താ? അത് ഫൈനൈറ്റ് ആണ്. അതിൻ്റെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയാൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലേ? അപ്പോൾ എന്താണ്? ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ദാറ്റ് ഷുഡ് ബി ഫൈനൈറ്റ് ഇൻ നമ്പർ. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഇൻ സീക്വൻസ് അല്ലേ? അതെന്തായിരിക്കണം? സീക്വൻസിൽ ഒരു കൃത്യമായ ഓർഡറിലായിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സീക്വൻസിലായിരിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഈ ഉദാഹരണം നോക്ക് നിങ്ങൾ അൽഗോരിതത്തിൻ്റെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇതൊരു വലിയൊരു സിസ്റ്റമാണെന്ന് വെച്ചോ. ആ സിസ്റ്റത്തിൽ നമ്മുടെ ഈ ഒരു ഓഫീസ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പ്യൂട്ടർ ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അതിനകത്ത് ലൈറ്റ് ഇട്ടു കത്തുന്നില്ല. അത് കമ്പ്യൂട്ടറിന് സോൾവ് ചെയ്യണം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? പ്ലഗ് കുത്തിയോ എന്ന് നോക്കും, അല്ലെങ്കിൽ സ്വിച്ച് ഇട്ടോ എന്ന് നോക്കും, കറണ്ട് ഉണ്ടോ എന്ന് നോക്കും അല്ലേ? അതുപോലെ ബൾബ് ഇതായി പോയെന്ന് നോക്കും. ആദ്യം കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ആദ്യം ഇതിന് നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്ന് പറയാം. ആദ്യം പോയിട്ട് ബൾബ് ബേൺഡ് ഔട്ട് ആണോ അല്ലെങ്കിൽ ബൾബ് അടിച്ചു പോയതാണോ നോക്കലല്ല നമ്മൾ ചെയ്യുക. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. നമുക്ക് അത് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം കമ്പ്യൂട്ടറിനോട് നമ്മൾ പറയുന്നത് എന്താണ്? ലാമ്പ് പ്ലഗ്ഡ് ഇൻ ഓർ നോട്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ആദ്യം ചെക്ക് ചെയ്യും എന്ത്? പ്ലഗ് കൊടുത്തിട്ടുണ്ടോ, അവിടെ നിന്ന് കറണ്ട് വരുന്നുണ്ടോ, അതെല്ലാം അതിൽ പെടും. കറണ്ട് ഉണ്ടോ ഇല്ലയോ, പ്ലഗ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ അതിൽ പെടും. അപ്പോഴത്തേക്കും നോ എന്നാണെന്നുണ്ടെങ്കിൽ എന്ത്? അവിടുത്തെ അടുത്ത ഇൻസ്ട്രക്ഷൻ ലാമ്പ് പ്ലഗ് ഇൻ ചെയ്യും കമ്പ്യൂട്ടർ. ഓക്കെ, അത് യെസ് ആണ്. പ്ലഗ് ഇൻ ചെക്ക് ചെയ്തപ്പോൾ അത് യെസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ നോക്ക്, ബൾബ് അടിച്ചു പോയോ ഇല്ലയോ. യെസ് ആണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ബൾബ് തന്നെ നമുക്ക് മാറ്റിയിട്ടാൽ മതി അല്ലേ? അതേസമയം നോ, അത് അടിച്ചു പോയില്ല, അപ്പോൾ അതും ഓക്കെയാണ്, പക്ഷേ ലാമ്പിന് എന്തോ വലിയ കുഴപ്പമുണ്ടെങ്കിൽ ബൈ ന്യൂ ലാമ്പ്. ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ കൊടുത്താൽ മാത്രമേ കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ രക്ഷയുണ്ടോ? ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ട് രക്ഷയുണ്ടോ? ഇല്ല. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. ഇതിനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, ആൻഡ് അൽഗോരിതം എന്താണ്? ഇറ്റ്സ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് കമ്പ്യൂട്ടർ ഇംപ്ലിമെന്റബിൾ ഇൻസ്ട്രക്ഷൻസ്. കണ്ടോ? കമ്പ്യൂട്ടറിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ടിപ്പിക്കലി യൂസ് ടു സോൾവ് എ ക്ലാസ് ഓഫ് പ്രോബ്ലംസ് ഓർ ടു പെർഫോം എ കമ്പ്യൂട്ടേഷൻ. എന്തിനാണ്? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്യാനോ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. അത്രയേ ഉള്ളൂ. അൽഗോരിതംസ് ആർ ദ ഫണ്ടമെന്റൽ എലമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. കണ്ടോ? എന്താണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഫണ്ടമെന്റൽ എലമെന്റ് ആണ് അല്ലേ? അടിസ്ഥാനപരമായിട്ട് എലമെന്റ് ആണ്. ഗൈഡിംഗ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇൻപുട്ട് ഡാറ്റ ഇൻ ദ ഡിസൈഡ് ഔട്ട്പുട്ട് ഡാറ്റ എ സീരീസ് ഓഫ് കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്പ് ത്രൂ. എങ്ങനെ? ഒരു സീരീസ് ഓഫ് കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്പ് വഴി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് അടുക്കി വെച്ച് കൊടുക്കുന്നതാണ് എന്ത്? അൽഗോരിതം എന്ന് പറയുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടി ഇത്രയോ, ചില നിങ്ങൾ കാണാൻ പഠിക്കാൻ വേണ്ടിയല്ല കേട്ടോ. ഇത്രയും പറഞ്ഞത് അൽഗോരിതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ലേ? എന്താണ് അൽഗോരിതം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രോഗ്രാമിംഗ് ചെയ്യാൻ ഇതൊരു പ്രോഗ്രാമാണെന്ന് വെച്ചോളൂ. അപ്പോൾ അതിനകത്ത് കൊടുക്കുന്ന എന്ത് സീക്വൻസ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഉദാഹരണത്തിന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കോംപ്ലിക്കേഷൻ ആയി പോകും. നമ്മുടെ ആപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ടീമിനെ കാണാൻ പോയി. അപ്പോൾ ഈ ടീമിനെ കാണാൻ പോയപ്പോഴത്തേക്കും ഡയറക്റ്റ് മീറ്റിംഗ് ആണ്. അപ്പോൾ നമുക്കൊരു ആവശ്യമുണ്ട്. നമ്മുടെ ആവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ടുഡേയ്സ് ലേണിംഗ് ഷെഡ്യൂൾ എന്ന സംഗതി ഉണ്ടല്ലേ ആപ്പിൽ. അപ്പോൾ ടുഡേയ്സ് ലേണിംഗ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കൺസെപ്റ്റിലേക്ക് സഹകാരി വരുന്നത് ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സീരിയസ്നെസ്സോട് കൂടി എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്ത് പിറ്റേന്ന് പരീക്ഷ നടത്തി വീക്കെൻഡ് റിവിഷൻ നടത്തി പോകുന്ന പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ സിസ്റ്റത്തിൽ ഈ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന വേറൊരു ആപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 മാസത്തെ കോഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഈസി ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ?
നമുക്ക് അതിനൊരു കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു പോകാൻ പറ്റും. പക്ഷേ പലപ്പോഴും PSC കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എൻഡിൽ തീരുന്ന കോഴ്സും പല സമയങ്ങളിലാണ് ബാച്ച് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ഈ ടീമിനോട് ചോദിച്ചു. അപ്പോൾ ഇവർ കൈമലർത്തി. കാര്യം എന്താ, ഇവനിത് പ്രോസസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതെങ്ങനെ ചെയ്യാം, ഇതിനകത്ത് എങ്ങനെ ഒരു ലോജിക്ക് കണ്ടുപിടിക്കാം, കോമൺ ആയിട്ട് റിപ്പീറ്റബിൾ ആയിട്ട് വരുന്ന ലോജിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. ആ ലോജിക്ക് കണ്ടുപിടിച്ചാലല്ലേ അവൻ ഈ അൽഗോരിതം കൊടുത്ത് ഇതിനെ കൊണ്ട് പ്രോഗ്രാം എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ. പക്ഷെ നമ്മൾ രണ്ടാമതൊരു ടീമിനെ കണ്ടു. അവരിൽ ഒരു നല്ല ബുദ്ധിരാക്ഷസം എന്ന് പറയാനില്ല, സിമ്പിൾ ലോജിക്കാണ് സാധനം. പക്ഷെ ഇത് വർക്കൗട്ട് ആവണം, മനസ്സിലായ? ഇതിൻ്റെ തല വർക്കൗട്ടായിട്ട് ഇതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി ആ പ്രശ്നത്തിൽ എവിടെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു കൃത്യമായ ലോജിക്കായിട്ട് എടുക്കാം. അങ്ങനെ അൽഗോരിതം ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു തലയുണ്ടെങ്കിൽ മാത്രമേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതാണ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ. നമുക്ക് അറിയാത്തൊരു പ്രശ്നം, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യുന്ന ആദ്യം നമുക്ക് പ്രോഗ്രാമർക്ക് ഐഡിയ വേണം. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻസിനാണ് എന്ത് പറയുക, അൽഗോരിതം എന്ന് പറയാം. ഓക്കെ. അതുപോലെ an effective tool for planning a computer program is algorithm. ഇത് NCERT പറയുന്ന കാര്യമാട്ടോ. എന്താണ് ഇത് ചോദിക്കാം, എന്താണ് an effective tool for planning a computer program? എന്താണ്? അൽഗോരിതമാണ്. എഫക്റ്റീവ് ടൂൾ ഫോർ പ്ലാനിങ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഇതിനെയാണ് അൽഗോരിതം. ഇത് അൽഗോരിതം ഇംഗ്ലീഷിൽ എഴുതാം, ചാർട്ടായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്, അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വേണോ എഴുതാം. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഇതാണ് എഫക്റ്റീവ് ടൂൾ ഫോർ പ്ലാനിങ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? അതിൻ്റെ പേരെന്താണ്? അൽഗോരിതം എന്നാണ് കേട്ടോ. അൽഗോരിതം എന്നാണ് അതിൻ്റെ പേര്, മറന്നു പോകല്ലേ. ഇതാണ് ചോദിക്കാം, ഇതൊന്നും ചോദിക്കില്ല. ഇത് ഞാൻ പുറത്തുനിന്ന് അൽഗോരിതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുത്തു വെച്ചാണ്. NCERT-ലും പറയുന്നുണ്ട്, പക്ഷേ 2-3 പോയിന്റുകൾ ഇത് തന്നെ പറയുന്ന കാര്യം ഇത് തന്നെ പറയുന്നത്, പക്ഷേ ഞാൻ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് എഴുതാണ്. ഓക്കെ. അതുപോലെ an algorithm provides a step by step solution for a given problem. ഇതാണ് പെർഫെക്റ്റ്. ഇതെന്താണ്? NCERT പോയിന്റ് ആണ്. എന്താണ്? അൽഗോരിതം പ്രൊവൈഡ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ ഫോർ എ ഗിവൺ പ്രോബ്ലം. അതായത് A+B² എന്ന് പറയുമ്പോഴത്തേക്കും A+B² എന്നിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതൂലേടാ. ആ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടല്ലേ നമ്മൾ അതിനകത്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. എന്താണ്? അൽഗോരിതം is a step by step solution for a given problem. തന്നിരിക്കുന്ന പ്രോബ്ലത്തിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ ആണ് എന്ത്? അൽഗോരിതം എന്ന് പറഞ്ഞാൽ. ഈ 2 പോയിന്റ് അവിടെ ചോദിക്കാൻ കൊള്ളാവുന്നത്. എന്താണ്? ഡാഷ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ ടു എ ഗിവൺ പ്രോബ്ലം ഇൻ ടേംസ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉത്തരം എന്താണ്? അൽഗോരിതം എന്നാണ് ഉത്തരം കേട്ടോ. അതുപോലെ an effective tool for പ്ലാനിങ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് ഡാഷ് എന്ന് വെച്ചാൽ എന്താണ്? അൽഗോരിതം എന്നാണ് ഉത്തരം. ഓക്കെ. അപ്പോൾ അൽഗോരിതം എന്താണെന്ന് മനസ്സിലാക്കി, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ, മനസ്സിലാക്കിയില്ലേടാ? ആദ്യത്തോട്ട് പറഞ്ഞു വരണോ? ഒന്നുകൂടെ പറഞ്ഞു വരാം അല്ലേ? ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വരാം, അല്ലെങ്കിൽ മറന്നു പോകും. നമ്മൾ എവല്യൂഷൻ നോക്കണ്ട, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബൈനറി ലാംഗ്വേജ് ആണ്, നമുക്കറിയാം. അതിൽ 0യും 1ൻ്റെയും സ്ട്രിങ്സ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ. പിന്നെ അതിനുശേഷം അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇംഗ്ലീഷിലേക്ക് വേർഡ്സ് വെച്ച് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അസംബ്ലി ലാംഗ്വേജ് കൊണ്ടുവന്നു. അതിന് പ്രശ്നമുണ്ടായത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു അല്ലേ. അതുപോലെ അത് വെച്ച് എഴുതിയ പ്രോഗ്രാംസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അതുപോലെ എഡ്സാക്ക് 949 എഡ്സാക്കാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അസംബ്ലി ലാംഗ്വേജിൻ്റെ ഡ്രോബാക്സ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജ് കൊണ്ടുവന്നത്. അതെന്തായിരുന്നു? മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. അതുപോലെ A to Z പ്രോഗ്രാമിംഗ് ആരാണ് കൊണ്ടുവന്നത്? ഡോക്ടർ ഗ്രേസ് ഹോപ്പർ 1952 മെഷീൻ ഏതാടാ? യൂണിവാക്ക് 1 അല്ലേ. യൂണിവാക്ക് 1 യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ അല്ലേ. അതുപോലെ ഫോർട്രാൻ ആരാണ്? ജോൺ ബേക്കേഴ്സ് ആൻഡ് ടീമാണ്. അത് IBM 704 വേണ്ടിയാണ് ഫോർമുല ട്രാൻസ്ലേഷൻ എന്നറിയപ്പെടുന്ന ഫോർട്രാൻ ഡെവലപ്പ് ചെയ്തത്. അതുപോലെ ലിസ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ലിസ്റ്റ് പ്രോഗ്രാമിംഗ് ആണ് അല്ലേ. അതും എന്താണ്? ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ആരെ? ടിം ഹാർട്ട് ആൻഡ് മൈക്ക് ലെവിൻ എവിടെ? MIT അല്ലേ, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത് അല്ലേ. ലിസ്റ്റ് പ്രോഗ്രാമിംഗ്, ലിസ്പ്. ഇനി അൽഗോരിതം എന്താണ് മനസ്സിലാക്കി? എന്താണ് അൽഗോരിതം? ഈസ് ആൻ ഫൈനൈറ്റ് സീക്വൻസ്, ഇൻഫിനിറ്റ് അല്ല, ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് കമ്പ്യൂട്ടർ ഇംപ്ലിമെന്റബിൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ആൻ എഫക്റ്റീവ് ടൂൾ ഫോർ പ്ലാനിങ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? അൽഗോരിതമാണ്, മറന്നു പോകണ്ട. അതുപോലെ ആൻ അൽഗോരിതം പ്രൊവൈഡ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ ടു എ ഗിവൺ പ്രോബ്ലം. ഓക്കെയാണ്. ഇനി നമുക്ക് അലൻ ട്യൂറിങ്ങിൻ്റെ സംഭാവനകളുടെ പഠിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇത്രയും കൂടെ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അലൻ ട്യൂറിൻ്റെ സംബന്ധം അത് ഞാൻ ടൂറിംഗ് ടെസ്റ്റും ടൂറിംഗ് മെഷീനെ കുറിച്ചും കുറേ വലിച്ചുവാരി എഴുതിയിട്ടുണ്ട് പുസ്തകത്തിൽ. പക്ഷേ അതിനകത്തൊന്നും നമുക്ക് റിലവൻസി ഉള്ള പോയിന്റ്സ് കൂടുതലില്ല. ഓക്കെ. അപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ തരുന്നുള്ളൂ, പുസ്തകം അതേപോലെ പഠിപ്പിക്കലല്ല.
Alan M. Turing made a significant contributions to computer science by presenting concept of algorithm and computing with the help of his invention in the Turing machine. അദ്ദേഹത്തിന്റെ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്ന ആ ഒരു മെഷീൻ അല്ലെ, ഇമിറ്റേഷൻ ഗെയിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ട്യൂറിംഗ് മെഷീൻ വഴിയാണ് അദ്ദേഹം ഈ കമ്പ്യൂട്ടർ സയൻസിന് ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അൽഗോരിതം എന്ന കൺസെപ്റ്റ് അദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നോക്കാം, ട്യൂറിംഗ് പ്രപ്പോസ്ഡ് അലൻ ട്യൂറിങ്ങിന്റെ അടുത്തൊരു പ്രപ്പോസലാണ് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്യാൻ മെഷീൻസ് തിങ്ക് അല്ലേ, മെഷീൻസിന് ചിന്തിക്കാൻ കഴിയുമോ എന്നൊരു പ്രപ്പോസൽ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച, അത് ചിന്താഗതി ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് മക്കളെ അലൻ ട്യൂറിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു, അത് ഞാനിപ്പോൾ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നു, പറയാം. ഓക്കെ, ട്യൂറിങ് എന്താണ്, ക്യാൻ മെഷീൻസ് തിങ്ക്, യന്ത്രങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ് ആര്, അലൻ ട്യൂറിങ്. വർഷം ഒരുപാട് മുന്നോട്ടാണല്ലേ. ഓക്കെ, അപ്പൊ നോക്ക്, ട്യൂറിങ് പ്രപ്പോസ്ഡ് ആൻ ഇമിറ്റേഷൻ ഗെയിം. അദ്ദേഹത്തിന്റെ അടുത്തൊരു പരിപാടി എന്താണ്, ഇമിറ്റേഷൻ ഗെയിം എന്ന സംഭവം. അതിനുശേഷം ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് അറിയപ്പെട്ടു. എന്താണ് അത്, എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ടെസ്റ്റ് ഫോർ ഡിറ്റർമിനിങ് മെഷീൻസ് ഇന്റലിജൻസ് അല്ലേ. യന്ത്രത്തിന്റെ ബുദ്ധി, അതായത് ഒരു സൈഡിൽ ഒരു യന്ത്രം ഉണ്ടാകും, മറ്റൊരു സൈഡിൽ ഒരു മനുഷ്യനുണ്ടാകും, ഇതിനിടയ്ക്ക് ഇന്റർഫെയർ ചെയ്യുന്ന ഒരാളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അന്നൊന്നും ഒരു മെഷീനും ട്യൂറിംഗ് ടെസ്റ്റ് വിജയിച്ചിട്ടില്ല. അതായത് മെഷീൻസിന് ചിന്തിക്കാൻ കഴിയുമോ എന്നാണ് ഇയാളൊരു വൈൽഡായിട്ട് ഭ്രാന്തനെ പോലെ ഇയാൾ ചിന്തിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമിറ്റേഷൻ ഗെയിം എന്നാണ് ട്യൂറിംഗ് ടെസ്റ്റ് ആദ്യകാലത്ത് അറിയപ്പെട്ടത് അല്ലേ. അത് പിന്നെ എന്താണ്, ട്യൂറിംഗ് ടെസ്റ്റ് ആയിട്ട് മാറി. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ടെസ്റ്റ് ഫോർ ഡിറ്റർമിനിങ് മെഷീൻസ് ഇന്റലിജൻസ് അല്ലേ. യന്ത്രങ്ങളുടെ ബുദ്ധി കണ്ടുപിടിക്കാൻ വേണ്ടി എംപ്ലോയ് ചെയ്ത ടെസ്റ്റാണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നോക്കാം, കൺസിഡറിംഗ് ദീസ് ട്യൂറിംഗ് ഈസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്. കണ്ടോ, അടിവരയിട്ട് പഠിക്കാനുള്ള സാധനമാണ്, പുസ്തകത്തിലുള്ള സാധനമാണ്. അതായത് +1 NCERT പുസ്തകം എടുത്ത് മറിച്ച് നോക്കണം നിങ്ങൾ. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ചാൾസ് ബാബേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു സംശയം വരികയും ചെയ്തു ആ കാര്യത്തിൽ. പിന്നെ കുറേ റെഫറൻസ് നടത്തി. അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ പക്ഷേ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ്, അലൻ ട്യൂറിംഗ് ആണ്. അത് വളരെ വ്യക്തമായിട്ട് ഇനി ആര് എവിടെ ചോദിച്ചാലും നിങ്ങൾക്ക് NCERT പാഠപുസ്തകം എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ശ്യാം സാറിൻ്റെ ക്ലാസ് എന്ന് പറയണ്ട, സഹകാരി റാങ്ക് ഫയൽ കിട്ടി അതിലുണ്ടെന്ന് പറയണ്ട, നിങ്ങൾ NCERT പാഠപുസ്തകം എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. കണ്ടോ, രണ്ടാമത് എന്താണ്, ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതുകൊണ്ട് കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നതിൻ്റെ പിതാവ് അലൻ ട്യൂറിംഗ് ആണെന്ന് വ്യക്തമായിട്ട് NCERTയിലെ നിലവിലുള്ള പുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ എന്നെ കുറേ ആൾക്കാർ വിളിച്ചു പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ജോൺ മക്കാർത്തി ആണെന്ന്. ഒരുപാട് പേര് വിളിച്ചതുപോലെ തർക്കിച്ചു. അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോഴത്തേക്ക് നെറ്റിൽ നോക്കിയാൽ എവിടെ നോക്കിയാലും ജോൺ മക്കാർത്തിയുടെ പേരാ കാണുന്നത്. പക്ഷേ ഇത് പരിശോധിച്ചു, അതായത് നമുക്ക് നിലവിലിപ്പോൾ പരിശോധിക്കാനുള്ള ഒന്ന് നമുക്ക് NCERT പാഠപുസ്തകങ്ങൾ, പിന്നെ PSC ഇതുവരെ നടത്തിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് പരിശോധിച്ചു, ഒരുപാട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ജോൺ മക്കാർത്തി കോയിൻഡ് ദ ടേം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് ഒരു പരീക്ഷയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ജോൺ മക്കാർത്തി ആണ്. കേരള PSCയുടെ ഉത്തരവാണ്, നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോ. അതേസമയം ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചാൽ NCERT പോയിന്റ് ജോൺ മക്കാർത്തി തന്നെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. സോറി ജോൺ മക്കാർത്തി അല്ല, അലൻ ട്യൂറിംഗ് തന്നെ എഴുതാം, നിലവിലത്തെ പുസ്തകം മാറിയില്ല എങ്കിൽ. കേട്ടാ പറഞ്ഞ മനസ്സിലായ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് 2005 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പക്ഷേ അലൻ ട്യൂറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നത് ചാൾസ് ബാബേജ് ആയിരുന്നു. കേരള PSCയുടെ ഉത്തരപ്രകാരം ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് 2005 ഇപ്പോഴും അത് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതുവരെ അത് മാറ്റിയിട്ടില്ല. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആരാണ്, കമ്പ്യൂട്ടർ സയൻസ് CS-ന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണാ കേരള PSC പറ. കേരള PSC പ്രകാരം ബാബേജ് ആണ് കേട്ടോ, ബാബേജ്. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് ആരാണ് അലൻ ട്യൂറിംഗ്. അതുപോലെ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരാണ്, ആസ് പെർ NCERT അലൻ ട്യൂറിംഗ്. ഓക്കെ, അതേപോലെ എന്താ ജോൺ മക്കാർത്തിയുടെ പ്രത്യേകത, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഒരു പദം കൊണ്ടുവന്ന അദ്ദേഹമാണ്. പദം മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകളുണ്ട് അതിനകത്ത്. ഓക്കെ, അതിനകത്ത് സംശയമില്ല, നിങ്ങൾക്ക് സംശയം വേണ്ട.
പക്ഷേ 950-കളിൽ അല്ലേ അലൻ ട്യൂറിങ് ഇത്തരത്തിലുള്ള ഇമിറ്റേഷൻ ഗെയിം കൊണ്ടുവരുന്നു. എന്താണ്, കമ്പ്യൂട്ടർ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണോ നമ്മളെക്കാൾ ബുദ്ധിമാൻ എന്നുള്ള തരത്തിലുള്ള ചിന്തയും അതേപോലെ എന്താണ് ട്യൂറിങ് ടെസ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നു. ആ സമയത്ത് അദ്ദേഹം ചിന്തിച്ചു അല്ലേ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച്. ഈ പദം അന്ന് കോയിൻ ചെയ്തിട്ടില്ല, നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞ പദം അന്ന് കൊണ്ടുവന്നിട്ടില്ല. അത് ജോൺ മക്കാർത്തിയാണ് ഇത്തരത്തിലൊരു പദത്തിനെ കൊണ്ടുവന്നത്. നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി എന്നൊക്കെ പറയുന്ന ഒരു പദം കൊണ്ടുവന്ന ആരാണ്? ജോൺ മക്കാർത്തി. ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ധൈര്യമായിട്ട് എഴുതാം നിങ്ങൾക്ക്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. 2005 PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രകാരം ചാൾസ് ബാബേജ് ആണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ആരാണ്, ചാൾസ് ബാബേജ് തന്നെയാണ്. ഇഷ്ടംപോലെ PSC ചോദിച്ചത്, പക്ഷേ ഇതൊരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ ക്വസ്റ്റ്യൻ മറിച്ച് നോക്കിയപ്പോൾ. ഇനി പിന്നെ രണ്ടാമത്തെ കാര്യം, ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? NCERT പോയിന്റ് ആണ്, ധൈര്യമായിട്ട് നിങ്ങൾ എഴുതിക്കോ, അലൻ ട്യൂറിങ് ആണ്, ഒരു സംശയമുണ്ട് അക്കാര്യത്തിൽ. അതുപോലെ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ NCERT പോയിന്റിൽ അലൻ ട്യൂറിങ് ആണ്. ഇനി AI ആയിട്ട് ബന്ധപ്പെടുത്തി വന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും കേരള PSC എന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ, ജോൺ മക്കാർത്തി ആരാണ് AI എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ജോൺ മക്കാർത്തിയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോ. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, നമുക്കത് ചെയ്യാം. അല്ല ശ്യാം സാറ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട, ഏതെങ്കിലും റാങ്ക് ഫയൽ പറഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ട, വേറെ പല യൂട്യൂബ് ക്ലാസ്സിലും പലരും പലതും പറയും, അത് നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾ എന്താ പഠിക്കേണ്ടേ? വ്യക്തമായ എവിഡൻസ് നമ്മുടെ കയ്യിലുള്ള സാധനം പഠിക്കുക. ഓക്കെ അല്ലേ പിള്ളേരെ? ഓക്കെ ആണെന്ന് കരുതുന്നോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മുടെ അലൻ ട്യൂറിങ്ങിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വന്നൊരു സിനിമയുണ്ട്, അത് ഇമിറ്റേഷൻ ഗെയിം എന്നാണ് കേട്ടോ. അതും ചോദിച്ചിട്ടുണ്ട് പണ്ട്. അപ്പോൾ ഇമിറ്റേഷൻ ഗെയിം എന്ന് പറയുന്ന ഒരു സിനിമ വന്നിട്ടുണ്ട് അലൻ ട്യൂറിങ്ങിൻ്റെ ജീവിത ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. കണ്ടോ, ഇതാണ് ആ സിനിമ. കണ്ട രണ്ടുള്ള ഒരുപോലെ ഉണ്ടല്ലേ. ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഉടനെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ലാംഗ്വേജുകൾ ഒക്കെ പോകുന്നുണ്ട്. എല്ലാം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ നേരത്തെ എടുത്തു വെച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചാൾസ് ബാബേജ് എന്ന് ആയിരുന്നു ആൻസർ കീയിൽ വന്നത്. അപ്പോൾ ചാൾസ് ബാബേജ് ആണ് ഉത്തരം. ഫോറസ്റ്റർ എക്സാമിനേഷൻ 2005 ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതുപോലെ ദ ഇമിറ്റേഷൻ ഗെയിം വാസ് ഡെവലപ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് എ കമ്പ്യൂട്ടർ ഇന്റലിജൻസ് ബൈ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് 2014 വന്ന ക്വസ്റ്റ്യൻ ആണ്. ആരാണ് മക്കളെ ഇമിറ്റേഷൻ ഗെയിം കൊണ്ടുവന്ന ആരാണ്? അലൻ ട്യൂറിങ്. നിങ്ങൾക്ക് കിട്ടുന്നു പിന്നെയും ഒരു മാർക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. പ്രസ്താവന ചോദ്യമാണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. എന്താണ്? ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഫ്രം ബിലോ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. A to 0 ഡെവലപ്ഡ് ബൈ റിയർ അഡ്മിറൽ ഡോക്ടർ ഗ്രേസ് ഹോപ്പർ വാസ് ദ ഫസ്റ്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. 3 പോയിന്റ് ഉണ്ട്. A to 0 ഒരു ലാംഗ്വേജിന്റെ പേര്, അതുപോലെ അത് ഡെവലപ്പ് ചെയ്ത ആളുടെ പേര്, അത് ആദ്യത്തേതാണോ അല്ലേ? 3 പോയിന്റ് വേണം. 3 പോയിന്റും ശരിയായ പ്രസ്താവനയാണ് അല്ലേ? ഓക്കെ, അതുപോലെ ഫോർട്രാൻ വാസ് ഡെവലപ്ഡ് സ്പെസിഫിക്കലി ഫോർ ദ ട്യൂറിംഗ് മെഷീൻ. തെറ്റാണ് അല്ലേ? ട്യൂറിംഗ് മെഷീന് വേണ്ടിയിട്ടല്ല ഫോർട്രാൻ കൊണ്ടുവന്നത്. അതുപോലെ അലൻ ട്യൂറിംഗ് ഈസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. NCERT പോയിന്റ് പ്രകാരം അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ആണ് ഉത്തരം. ആണോ? തെറ്റ് 2 അല്ലേ? ഓൺലി 2. C ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ? യെസ്. ഇങ്ങനെ നിങ്ങൾ പ്രസ്താവന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം കേട്ടോ. വെരി ഗുഡ്. അതുപോലെ ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഈസ് ട്രൂ ഫ്രം ബിലോ. താഴത്തുനിന്ന് ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. ദ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് എ സ്റ്റോർഡ് പ്രോഗ്രാം. ശരിയാണ്. സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആരാണ്? വോൺ ന്യൂമാൻ ആണ് കൊണ്ടുവന്നത്. അതുപോലെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആർ മെഷീൻ ഇൻഡിപെൻഡന്റ്. യെസ്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഡിപെൻഡന്റ് അല്ല, അത് ഇൻഡിപെൻഡന്റ് ആണ്. അത് ശരിയായ പ്രസ്താവനയാണ്. എഡ്സാക്ക് 1949 വാസ് ദ ഫസ്റ്റ് മെഷീൻ ടു യൂസ് ഹൈ ലെവൽ ലാംഗ്വേജ്. എഡ്സാക്ക് 1949 ഉള്ള എഡ്സാക്ക് അല്ല ആദ്യത്തെ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച മെഷീൻ അല്ലേ? അപ്പോൾ എന്താണ്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ആണല്ലേ? ഓക്കെയാണ് പറഞ്ഞത്. അതുപോലെ ദ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ഫോർ യൂസ് ഓഫ് ഏത് ലാംഗ്വേജ് ആണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് അല്ലേ? ഞാൻ പറയുന്നില്ലല്ലോടാ. ഇല്ല, മെഷീൻ ലാംഗ്വേജാണ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഹൈ ലെവൽ ലാംഗ്വേജ്. അതുപോലെ അടുത്ത് നോക്കാം. ദ ഫസ്റ്റ് മെഷീൻ ടു യൂസ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ച ആദ്യത്തെ മെഷീൻ ഏതാണ് മക്കളെ? ഏതാണ്? എഡ്സാക്ക് ആണ് അല്ലേ? എഡ്സാക്ക്. ഓക്കെ. അതുപോലെ ഹു ഡെവലപ്ഡ് A to 0 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്? ഗ്രേസ് ഹോപ്പർ ആണ്. മറന്നുപോയില്ല. ഉത്തരം ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കണേ. A to 0 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ഇൻ 1952 A to 0 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ടുവന്നത്. അതുപോലെ ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് ഏതാണ്? A to 0 ആണ് അല്ലേ? A to 0. അതുപോലെ A to 0 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ റിയർ അഡ്മിറൽ ഗ്രേസ് ഹോപ്പർ ഫോർ ദ മെഷീൻ. ഏത് മെഷീന് വേണ്ടിയിട്ടാണ്? യൂണിവാക്ക് 1ന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ A to 0 എന്ന ഹൈ ലെവൽ ലാംഗ്വേജ് കൊണ്ടുവന്നത്.
ഓക്കെ, വിച്ച് ഓഫ് ദീസ് ഹൈ ലെവൽ ലാംഗ്വേജ് വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ? സെക്കൻഡ് ജനറേഷനിൽ വന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? ഫോർട്രാൻ ആണല്ലേ, ഫോർട്രാൻ. അതുപോലെ ഫോർട്രാൻ വാസ് ഡെവലപ്ഡ് ബൈ, ആരാ ഫോർട്രാൻ കൊണ്ടുവന്നത്? ഫോർട്രാൻ കൊണ്ടുവന്ന ആരാണ് മക്കളെ പറ? ആരാണ്? ജോൺ ബേക്കർസൺ ടീമാണ് അല്ലേ. അതുപോലെ ഫോർട്രാൻ വാസ് ഡെവലപ്ഡ് ഫോർ ദ മെഷീൻ, ഏത് മെഷീന് വേണ്ടിയിട്ടാണ്? IBM 704 എന്ന് പറഞ്ഞ മെഷീനാണ് ഫോർട്രാൻ കൊണ്ടുവന്നത്. അതുപോലെ ലിസ്പ് വാസ് ഡെവലപ്ഡ് ബൈ, ആരാണ് ലിസ്പ് കൊണ്ടുവന്നത്? ടിം ഹാർട്ട് ആൻഡ് മൈക്ക് ലെവിൻ അല്ലേ, സി ആണ് ഉത്തരം. അതുപോലെ ഡാഷ് ഈസ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് കമ്പ്യൂട്ടർ ഇംപ്ലിമെന്റബിൾ ഇൻസ്ട്രക്ഷൻസ്, ഏതാണ്? അൽഗോരിതം ആണ് അല്ലേ, മറന്നില്ലല്ലോ അത്. അതുപോലെ ഡാഷ് പ്രൊവൈഡ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ ഫോർ എ ഗിവൻ പ്രോബ്ലം, അൽഗോരിതം ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സാധനം. ഓക്കെ, എന്താണ്? അൽഗോരിതം ആണ് അല്ലേ. ഓക്കെ, അതുപോലെ ദ ഫിലിം ബേസ്ഡ് ഓൺ അലൻ ട്യൂറിംഗ്സ് ലൈഫ്, അലൻ ട്യൂറിംഗിന്റെ ലൈഫ് ആസ്പദമാക്കിയ സിനിമ എന്താണ്? ദ ഇമിറ്റേഷൻ ഗെയിം എന്നുള്ളതാണ്. അതുപോലെ ഹു ഈസ് കൺസിഡർ ആസ് എ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്, ചുമ്മാ ഉത്തരം പറയും നമ്മൾ, ആരാണ്? അലൻ ട്യൂറിംഗ് എന്നാണ് അല്ലേ ഉത്തരം. അതുപോലെ വാട്ട് ഈസ് എ പ്രോഗ്രാം? പ്രോഗ്രാം എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു എ കമ്പ്യൂട്ടർ ടു എക്സിക്യൂട്ട് എ സ്പെസിഫിക് ടാസ്ക്, അതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ മെഷീൻ ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ്, എന്താണ്? സ്ട്രിങ്സ് ഓഫ് ബൈനറി ഡിജിറ്റ്സ് 0 and 1 അല്ലേ. അതുപോലെ വാട്ട് ക്യാരക്ടറൈസസ് അസംബ്ലി ലാംഗ്വേജ്, എന്താണ്? ബൈനറി ഡിജിറ്റ് ആണോ? അല്ല, ഇൻസ്ട്രക്ഷൻസ് കൺസിസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് ആണല്ലേ. മെഷീൻ ഇൻഡിപെൻഡന്റ് അല്ലോ, ഡിപെൻഡന്റ് ആയിരുന്നു അസംബ്ലി. അതുപോലെ ട്രാൻസ്ഫറബിലിറ്റി ഇല്ലായിരുന്നു, അപ്പോൾ എന്താണ്? ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. അതുപോലെ ഹൂ ഡെവലപ്ഡ് ദ ഫസ്റ്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് വാട്ട് വാസ് ഇറ്റ് കാൾഡ്? ആരാണ്? റിയർ അഡ്മിറൽ ഡോക്ടർ ഗ്രേസ് ഹോപ്പർ, അതിൻ്റെ പേര് A20 എന്നാണ് അല്ലേ. അതുപോലെ വാട്ട് ഈസ് എൻ അൽഗോരിതം? അൽഗോരിതം എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു സോൾവ് എ പ്രോബ്ലം, ഇതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അതുപോലെ ഹു ഈസ് കൺസിഡർഡ് ദ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ആരാണ് പറ? അലൻ ട്യൂറിംഗ് അല്ലേ. യെസ്, വെരി ഗുഡ്. അതുപോലെ വാട്ട് ഡിഡ് അലൻ ട്യൂറിംഗ് പ്രപ്പോസ് ടു ടെസ്റ്റ് എ മെഷീൻസ് ഇന്റലിജൻസ്? ഏതായിരുന്നു? എന്തായിരുന്നു? പറ. ട്യൂറിംഗ് ടെസ്റ്റ് അല്ലേ. ട്യൂറിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഇമിറ്റേഷൻ ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ട്യൂറിംഗ് ടെസ്റ്റ് വാസ് ഒറിജിനലി കാൾഡ് എന്ത്? ഇമിറ്റേഷൻ ഗെയിം എന്നാണ് അതിന്റെ മറ്റൊരു പേരല്ലേ. അതുപോലെ വാട്ട് ഡസ് ആൻ എഫക്റ്റീവ് അൽഗോരിതം പ്രൊവൈഡ്? അൽഗോരിതം എന്താണ്? കോംപ്ലക്സ് പ്രോബ്ലം ടു, എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ അല്ലേ. യെസ്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ ആണ് എന്ത്? അൽഗോരിതം തരുന്നത് നമുക്ക്. അതുപോലെ വാട്ട് വാസ് എ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ അലൻ ട്യൂറിംഗ് ടു കമ്പ്യൂട്ടർ സയൻസ്? എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് അൽഗോരിതം ആൻഡ് കമ്പ്യൂട്ടിംഗ് വിത്ത് ട്യൂറിംഗ് മെഷീൻ. യെസ്, ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ വിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഡെവലപ്ഡ് സ്പെസിഫിക്കലി ഫോർ IBM 704 വേണ്ടി? ഏതാണ് വന്നത്? ഫോർട്രാൻ അല്ലേ. ഫോർട്രാൻ ആണ് IBM 704 വേണ്ടി പ്രധാനമായിട്ടും ചെയ്തത്. അതുപോലെ ഹൂ കോയിൻഡ് ദ ടേം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്? ഉത്തരം എന്താണ്? ജോൺ മക്കാർത്തി. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി മക്കളെ, നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? പവർ ആവണം. പവറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഒന്നും കൂടെ കേട്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലിരിക്കും, എനിക്കെല്ലാം ഉറപ്പുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാത്തുള്ള പഠനം കൊണ്ട് ഒരു പ്രയോജനമില്ല. പരീക്ഷകൾ എഴുതണം. പരീക്ഷകൾ കൃത്യമായിട്ട് പറയുന്നത് പോലെ എഴുതണം. സഹകാരിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഞാൻ തുടക്കത്തിലേ പറയാറുണ്ട്, പരീക്ഷ എഴുതാതെ ഇവിടെ പഠിക്കാമെന്ന് പറഞ്ഞ് വന്നാൽ നിങ്ങളുടെ യാതൊരു പ്രയോജനമില്ല. എന്താ പ്രയോജനം? നമുക്ക് ജോലി കിട്ടണം. ജോലി ഉണ്ടെങ്കിൽ പറയുന്ന പോലെ പരീക്ഷ ചെയ്യണം. പരീക്ഷ റിപ്പീറ്റ് ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം. മനസ്സിലായ? അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതിന് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ അങ്ങനെ ഒന്നുമില്ല. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകാൻ പറ്റും. കയ്യിൽ ജോലി ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.